ആയുർസൗഖ്യത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ ക്ലിനിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOS എന്നും പറയും, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. സാധാരണ ഇന്ന് കാണുന്ന യുവതികളിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒട്ട് വളരെ യുവതികളിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് PCOD. ഇന്ന് ഒരുപാട് പേര് ഇതിൻ്റെ ഇരകളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ PCOD എന്ന് പറയുന്ന ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിലും ഇത്ര പ്രചാരത്തിൽ അതിനെ PCOD നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ അത്രയധികം കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ OPയിൽ വരുന്ന ഒട്ടുമുക്കാലും യുവതികളിൽ PCOD ഉണ്ട്. അപ്പോൾ ഈ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് റെഗുലറായിട്ടുള്ള മെൻസസ് ആർത്തവം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ഞാൻ പറയുന്നത്, ക്രമരഹിതമായ ആർത്തവം. അതായത് ഈ അസുഖത്തിൻ്റെ പേര് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അതായത് പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം, സിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമിളകൾ അല്ലെങ്കിൽ കുരുക്കൾ. ഓവറിയിൽ ഒന്നിലധികം കുരുക്കൾ ഉണ്ടായി കട്ടിപിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരവസ്ഥ എങ്ങനെയാണ്? അതിൻ്റെ ഫലമായിട്ട് അത് കാലക്രമത്തിൽ അത് ആർത്തവം റെഗുലറായിട്ട് വരാതെ അത് പിന്നീട് വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് വന്ധ്യതയ്ക്ക്, സ്റ്റെറിലിറ്റിക്ക് ഒരു കാരണമായിട്ട് തീരുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഈ യുവതികളിൽ പീരിയഡ്സ് റെഗുലർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അവരോട് പറയും, ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഇതിനകത്ത്. അപ്പോൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് രണ്ട് ഓവറിയുടെയും പിക്ചറിൽ അവർ കൃത്യമായിട്ട് കാണിക്കും. ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, മൾട്ടി സിസ്റ്റ് ഉണ്ട്, പോളിസിസ്റ്റിക് ഓവറിയാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ആ സിസ്റ്റ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ എല്ലാം കൃത്യമായിട്ട് നമുക്ക് അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് ആസ്പെക്റ്റാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണങ്ങൾ എന്ന് പറയുന്നത് ജനറ്റിക് റീസൺ, പാരമ്പര്യം, ജീവിതശൈലി രോഗങ്ങൾ, അമിതമായിട്ടുള്ള തടി, വ്യായാമക്കുറവ്, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട, പിന്നെ ഹോർമോണുകളുടെ ഇംബാലൻസ്, അതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമരഹിതമായിട്ടുള്ള ആർത്തവം. പിന്നെ അതിൻ്റെ ലേറ്റർ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? ലേറ്റർ സ്റ്റേജിൽ നമ്മുടെ മുഖത്ത് താടി രോമങ്ങൾ വളരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പുരുഷ ഹോർമോണുകളുടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് അത് മുഖക്കുരു, താടി മീശ രോമങ്ങൾ. ഒരു രോഗി നമ്മുടെ OPയിൽ വരുമ്പോൾ താടി മീശ രോമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 18 വയസ്സോ 20 വയസ്സോ 25 വയസ്സൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും. അത് തന്നെ അമിതവണ്ണമുണ്ട്. PCOD രോഗികളിൽ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ്, സിംറ്റമാണ് അമിതവണ്ണം. അപ്പോൾ ഈ അമിതവണ്ണമോ മുഖത്തെ രോമോ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ഉറപ്പിക്കാം നമുക്ക് ആ കുട്ടിക്ക് PCOD ഉണ്ട്. അവർ സിംറ്റമായിട്ട് പറഞ്ഞു വരുന്ന എന്താ? മെൻസസ് റെഗുലർ അല്ല, ഇറഗുലർ പീരിയഡ്സ് ആണെന്നാണ് അവർ സിംറ്റമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ PCODയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് നമ്മൾക്ക് ഡയഗ്നോസ് നമ്മൾക്ക് ചെയ്യാം, അൾട്രാസൗണ്ടിന് വിടാം. അതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് PCOD ആയിരിക്കുമെന്ന്. അപ്പോൾ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം, ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനം, അണ്ഡാശയ സമുച്ചയം, ഇതിൻ്റെ പ്രവർത്തനം ഒന്നും PCOD ഉള്ളവരിൽ റെഗുലർ ആയിരിക്കില്ല. അതുകൊണ്ട് ഓരോ മാസവും മെച്യൂറായിട്ട് പുറത്ത് വരുന്ന അണ്ടത്തിൻ്റെ ആ പ്രൊഡക്ഷൻ നേരായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്മുടെ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി ഇങ്ങനെ മുഴുവൻ കുരുക്കളായി അതൊരു ദശ പോലെ കട്ടിപ്പിടിച്ചിങ്ങനെ ഉണ്ടാകും. അതിനകത്തുനിന്ന് നമ്മൾ പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് പുരുഷൻ്റേതായ ലക്ഷണങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത്. താടി മീശ രോമങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഒരു കട്ടിപിടിച്ച ഓവറി എന്ന് പറയുന്നത് ഒരു കട്ടിപിടിച്ച ഒരു എന്താ പറയുക, ഒരു കെട്ട് പോലെ, ഒരു പോളിസിസ്റ്റിക് എല്ലാം കൂടി ഒരു ഉണ്ട പോലെ ആയിട്ടുള്ളൊരവസ്ഥയാണ്.
അതിനകത്ത് അണ്ടോൽപാദനം ഇവർക്ക് പ്രോപ്പർ ആവില്ല. അപ്പോൾ നമ്മുടെ ലൈനോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കേണ്ടത് ഈ സിസ്റ്റിനെ ചെറുതാക്കാനായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ലഭ്യമാകും ആയുർവേദത്തിൽ. ആ സിസ്റ്റിനെ ചുരുക്കണം, അതിനെ ചെറുതാക്കണം, അതിനെ ശോഷിപ്പിക്കണം. ആ ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഹോർമോൺ ഇംബാലൻസ് ഈ പേഷ്യൻസിലുണ്ടായിരിക്കും. അപ്പോൾ ആ ഹോർമോണുകളെ ഇംബാലൻസിനെ പ്രോപ്പറാക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റിന് ചുരുക്കണം. അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള റെസിപ്പീസ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് വരണാതി കഷായമാണ്. ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കൊടുക്കുന്നത് വരണാതി കഷായം. അതിനകത്ത് കഫമേധോഹരമായിട്ടുള്ള ഒരു മരുന്നാണ് വരണ നിർമാതളമാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ വരണാതി കഷായത്തിൽ കാഞ്ചനാര ഗുൽഗുലു ചേർത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമോൺ ഇംബാലൻസിന് നമ്മൾ സുകുമാരൻ കഷായം ചേർത്ത് കൊടുക്കാം. അതുമാത്രമല്ല അശോകാരിഷ്ടം, അത് യൂട്രൈൻ ടോണിക്കാണ്. പിന്നെ ഈ കുമാരി ആസവ, കുമാരിക്ക് അലോയ് വെറയ്ക്കും ഇതുപോലെ തന്നെ ഈ സിസ്റ്റ്, ട്യൂമർ റിഡക്ഷൻ അതിനൊക്കെയുള്ള നല്ലൊരു ആക്ഷനുള്ള മരുന്നാണ് അലോയ് വെറ. നമ്മൾ ചില ക്യാൻസർസിന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കറ്റാർവാഴ അരിഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ തേനിൽ ഇട്ട് വെച്ചിട്ട് ഒരു മാസമൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മളതെടുത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതായത് ട്യൂമർ റിഡക്ഷന് അല്ലെങ്കിൽ സിസ്റ്റ്, കുമിളകൾ, കുരുക്കൾ ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ചെറുതാക്കാനായിട്ടുള്ള നല്ലൊരു ആക്ഷൻ കുമാരി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്ന കറ്റാർവാഴയ്ക്ക് അതിനുണ്ട്. അപ്പോൾ ഈ കുമാരി ആസവം ഇതിൻ്റെ കൂടെ അശോകാരിഷ്ടത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഗെയ്റ്റാറിൻ എന്ന് പറഞ്ഞൊരു ഗുളിക നമ്മൾ കൊടുക്കും. അങ്ങനെ പിന്നെ പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ എള്ള് കഷായം അങ്ങനത്തെ കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ അനാർത്തവം എന്നുള്ള കണ്ടീഷൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളിൽ അതിൽ കൊടുക്കാവുന്ന ഋതുരഞ്ജിനി ലേഹ്യം അല്ലെങ്കിൽ എള്ള് കഷായം, രജപ്രവർത്തിനി വടി ഇതെല്ലാം നമ്മൾക്ക് PCOD കേസുകളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിക് റെസ്ട്രിക്ഷനാണ് ഇവരോട് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, മൈദ ചേർന്ന ഭക്ഷണങ്ങൾ, നമ്മൾ സമോസ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് കിട്ടുന്നതെല്ലാം മൈദയാണ് ഇതിന് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കൊഴുപ്പ് കലർന്ന ആഹാരങ്ങൾ, മൈദ കലർന്ന ആഹാരങ്ങൾ ഇതെല്ലാം നമ്മൾ വർജിക്കണമെന്ന് നമ്മൾ രോഗികളോട് പ്രത്യേകമായിട്ട് പറയും. നമ്മൾ തടീനെ ബാലൻസ് ചെയ്യാനായിട്ട് പൊക്കത്തിനനുസരിച്ചിട്ടുള്ള തടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ രോഗികളോട് അഡ്വൈസ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ അന്നജമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കണം, ഷുഗർ കുറയ്ക്കണം, ഫാറ്റ് കുറയ്ക്കണം, എക്സർസൈസ് റെഗുലറൈസ് ചെയ്യണം. പിന്നെ നമ്മൾ മെൻസസ് ഈ റെഗുലറൈസ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒരു 6 സൈക്കിൾ വരെയെങ്കിലും നമ്മൾ എടുക്കണം. 6 സൈക്കിൾ വരെ എടുത്ത കേസുകളിൽ നമ്മൾ PCODക്ക് കൺട്രോൾ വരുന്നുണ്ട്. നമ്മൾ മെൻസസ് നോർമലാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തടി കുറയുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ്റെ ക്രമാതീതമായ വളർച്ച ഇതിലുണ്ടാവുന്നതുകൊണ്ട് ഓവർ തടി ഉണ്ടാകാൻ വഴിയുണ്ട് PCOD കേസുകളിൽ. അപ്പോൾ തടീനെ കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. PCOD എന്ന അസുഖത്തിന് ആയുർവേദത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യത്തിൻ്റെ സാധ്യത എത്രത്തോളമുണ്ട് ഡോക്ടർ? PCODയിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം 6 മെൻസസ് സൈക്കിളിൽ വരെ നമ്മൾ ഒരു 6 മാസം എന്ന് വിചാരിച്ചോളൂ. 6 മാസം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വരണാതി കഷായം, കഞ്ചനാര ഗുഗുലു, പിന്നെ സുകുമാരൻ കഷായം, ഋതുരഞ്ജിനി ലേഹ്യം, പിന്നെ തീരെ മെൻസസ് ഉണ്ടാവാത്ത കേസിൽ എള്ള് കഷായം, രജപ്രവർത്തിനി വടി ഇതൊക്കെ ചേർത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് മെൻസസ് റെഗുലറൈസ് ചെയ്തിങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ, ചുരുക്കം ചില കേസിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കഫത്തിനെയും മേധസ്സിനെയും കുറയ്ക്കുന്ന രീതിയിലുള്ള വസ്തികൾ ഇവർക്ക് കൊടുത്തപ്പോൾ നമ്മൾക്ക് അവരുടെ മെൻസസ് റെഗുലറായിട്ട് നോർമലായി എന്നവർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുക്കം കേസുകളെ നമ്മൾ അഡ്മിറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അല്ലാത്ത കേസുകളെല്ലാം നമ്മൾ OP കൺസൾട്ടേഷനിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. PCOD എന്ന അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ രീതിയിൽ പ്രമേഹം ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയും.
പിന്നെ മൂഡ് ഡിസോർഡർ. ഈ മെൻസസ് ഒന്നും ഹോർമോൺസ് ഒന്നും നോർമലായിരിക്കില്ല ഇവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മൂഡ് ഡിസോർഡർ, മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇവരുടെ PCOD ഉള്ളവരിൽ. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ മൂഡ് ചേഞ്ചസ് ഉണ്ടാകുമെന്നുള്ളത് ഈ പേഷ്യൻറ്റിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം. പിന്നെ നമ്മൾ അവർ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് 6 സൈക്കിളെങ്കിലും എടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു അൾട്രാസൗണ്ടിന് നമ്മൾ വിട്ടാൽ മതി പേഷ്യൻറ്റിന്. അപ്പോൾ വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ സിസ്റ്റ് ചുരുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ വിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് വളരെ ചുരുക്കം കേസിൽ എൻഡോമെട്രിയൽ ക്യാൻസർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് വിടാതെ നമ്മൾ അത് അമിതവണ്ണത്തിലേക്കൊക്കെ കടക്കുന്നത് കൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെയുള്ളത് ആർത്തവ ചേഞ്ചസ് കാണുമ്പോൾ തന്നെ, പിന്നെ മുഖത്തുള്ള താടി രോമങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു തക്കതായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുകയാണ്. സാധാരണ സ്ത്രീകളുടെ മുഖത്ത് കാണുന്ന മുടി വളർച്ച ഈ അസുഖത്തിന്റെ ലക്ഷണമാണോ? സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഈ താടി രോമങ്ങളും ഒക്കെ ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഇതല്ലാതെ തന്നെ ചില സ്ത്രീകൾക്ക് ഈ PCOD ഒന്നുമില്ല, അല്ലാതെ തന്നെ താടി രോമമൊക്കെ കാണുന്നുണ്ട്. അവർക്ക് നോർമലായിട്ട് സ്ത്രീ ഹോർമോണേക്കാൾ പുരുഷ ഹോർമോൺ കൂടിയിരിക്കും. അവരുടെ സ്വരമൊക്കെ പുരുഷന്മാരുടെ സ്വരമായിരിക്കും. അവർക്ക് ശരീരത്തിലെ രോമങ്ങൾ പുരുഷന്മാരുടെ രോമങ്ങൾ പോലെ അധികരിച്ചിരിക്കും. സ്ത്രീകളുടെ ശരീരത്തിൽ കാണുന്ന രോമങ്ങളെക്കാൾ കട്ടി കൂടിയതും കൂടുതലായിട്ടുള്ള രോമങ്ങളായിരിക്കും ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇത് പുരുഷ ഹോർമോൺ ചില സ്ത്രീകൾക്ക് അധികരിച്ച് കാണുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇത് കാണുന്നത്. PCOD കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ച് വിശദീകരിക്കാമോ? ഇതിൽ സാധാരണ രീതിയിൽ ഹോർമോൺ ടെസ്റ്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ടുമാണ് ഇതിൽ PCODയുടെ പ്രധാനപ്പെട്ട ഡയഗ്നോസ്റ്റിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അറിയാം ഒവേറിയൻ സിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര സിസ്റ്റ് ഉണ്ട്, പോളിസിസ്റ്റിക് ആണോ, പല സിസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ അതിൻ്റെ വലിപ്പവും അതൊക്കെ അതിനകത്ത് നമ്മൾ അൾട്രാസൗണ്ടിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. PCOD വരാതിരിക്കുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞതാണ്. എന്നിരുന്നാലും പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കത്തിനനുസരിച്ചുള്ള തടി മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇത് മെൻസസ് റെഗുലറൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഡിസോർഡർ കാണുമ്പോൾ തന്നെ അതിന് വേണ്ട പ്രതിവിധികൾ നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതൊരു പ്രിവെൻഷൻ മാർഗ്ഗങ്ങളാണ്. ഫാറ്റി തിങ്സ്, ഷുഗർ തിങ്സുകൾ, അതുപോലെ തന്നെ വ്യായാമക്കുറവ് ശ്രദ്ധിക്കണം. വ്യായാമം റെഗുലറായിട്ട് ചെയ്യണം. അതുപോലെ കൊഴുപ്പുള്ള ആഹാരങ്ങളുടെ ഉപയോഗം തീർത്തും വർജിക്കണം. പിന്നെ അന്നജം, കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് ഉള്ള ആഹാരങ്ങൾ, അതായത് ചോറ്, അതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഷുഗറായിട്ടും അത് മറ്റേ ഈ എന്താ പറയണേ കഫമേധസ് ശരീരത്തിൽ വർദ്ധിക്കാനായിട്ട് ഇടയാക്കുന്ന സംഭവങ്ങളാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ ഫാറ്റി ഫുഡ്, ഷുഗർ ഫുഡ്, അതോടൊപ്പം തന്നെ അന്നജ ഫുഡുകൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ റെഗുലർ എക്സർസൈസുകൾ, പിന്നെ എപ്പോഴും നമ്മൾ നേരത്തെ എല്ലാ കാര്യത്തിലും ഞാൻ പറയാറുള്ളത് പോലെയാണ്, ഒരു മൈൻഡ് സ്ട്രെസ്സ് ഇതിന് വലിയൊരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിതശൈലി തീരുമാനിക്കുക, അത് നിയന്ത്രിക്കുക, പിന്നെ സ്ട്രെസ്സ് ഒഴിവാക്കുക, എപ്പോഴും മനസ്സ് ശാന്തമാക്കി വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ഒരു കമ്പ്യൂട്ടർ യുഗവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ട്രെസ്സിനുള്ള സാധ്യതകൾ, പിന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിലുള്ള വ്യക്തികൾക്ക്, കുട്ടികൾക്കൊക്കെ നമ്മൾ കാണുന്നത് മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം എന്ന് പറയും. മുമ്പത്തെ ആൾക്കാരെ വെച്ചിട്ട് മെൻ്റൽ ഹെൽത്ത് പൊതുവെ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മാനസിക ആരോഗ്യം നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള നല്ല അഡ്വൈസസ്, നല്ല പുസ്തക പാരായണങ്ങൾ, പ്രെയർ, മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം ഈ മാനസിക ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ ഈ PCOSലും നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഞാൻ പറയാറുള്ളതാണ് ഹോളിസ്റ്റിക് ഹെൽത്ത്, സമഗ്രമായ ആരോഗ്യം. അതിൽ സ്പിരിച്വൽ ഹെൽത്തും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശാരീരിക ആരോഗ്യം നമുക്കറിയാമല്ലോ, നമ്മൾ കീപ്പപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഏതു പ്രായക്കാരിലാണ് PCOD കൂടുതലായി കാണുന്നത് ഡോക്ടർ? ഒപ്പം തന്നെ PCOD ഉള്ള രോഗികളുടെ പിൻതലമുറയ്ക്ക് ഈ രോഗം ഉണ്ടാകുമോ?
PCOS എന്ന് പറഞ്ഞാൽ സാധാരണ 15 വയസ്സിനും ഒരു 25 മുതൽ 35 വയസ്സ് വരെയുള്ള പ്രായങ്ങളിലാണ് സാധാരണ ഇത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ നോർമലായിട്ടുള്ള പീരിയഡ്സായി സിസ്റ്റ് ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ണം കുറയുന്നു, താടി മീശരോമങ്ങളുടെ ഓവർ പ്രൊഡക്ഷൻ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ പിന്നെ വന്നതിനെ നമ്മൾ അതിനെ കളയാനായിട്ട് ചില പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഹെയർ റൂട്ടിൽ നമ്മൾ പുരട്ടാനായിട്ട് ചില സ്പെഷ്യൽ ആയുർവേദ മരുന്നുകൾ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് പ്രയോഗിക്കാം. പിന്നെ ഈ PCOS ഒരു പരിധി വരെ നമ്മുടെ ആയുർവേദം കൊണ്ട് അണ്ടർ കൺട്രോൾ ആക്കാൻ പറ്റും. പിന്നെ ലേറ്റർ ഓൺ ആണ് ഞാൻ പറഞ്ഞില്ലേ, അത് വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്, സ്റ്റെറിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം PCOS ഗൗരവമായിട്ട് എടുക്കണം, പീരിയഡ്സ് റെഗുലറൈസ് ചെയ്യണം. ഒത്തിരി അമ്മമാരുടെ ടെൻഷനാണ്, മോളുടെ കല്യാണം നടക്കാൻ പോകുന്നു, അപ്പോൾ അത് പീരിയഡ്സ് റെഗുലർ അല്ല ഡോക്ടറെ, അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, ഞങ്ങളെന്താ അതിന് പ്രതിവിധി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പീരിയഡ്സ് ഇപ്പോൾ ഒരുവിധം റെഗുലർ ആയല്ലോ, അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് നല്ല ഒരു പ്രതിവിധി ഉണ്ട്. അങ്ങനെ പ്രതിവിധി കണ്ടിട്ടുണ്ട്. ഒത്തിരി പേഷ്യൻസ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നവർ കല്യാണം കഴിഞ്ഞവർക്ക് മക്കളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മളതിൽ നിന്ന് നമ്മുടെ ഇതിന് ആയുർവേദത്തിന് ഇഫക്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള അറിയുന്നത്. അങ്ങനെയാണല്ലോ, വന്ധ്യതയിലേക്കൊന്നും പോയിട്ടില്ല അവർ. ഈ അസുഖം മൂലം മുഖത്തുണ്ടാകുന്ന അമിത മുടി വളർച്ചയും ആയുർവേദത്തിലൂടെ മാറിക്കിട്ടുമോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അണ്ടാശയത്തിൻ്റെ ഓവറിയുടെ ഉള്ളിൽ നിന്ന് ഓവം പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ് തടയപ്പെടും. അത് പുറത്ത് പോയാലാണല്ലോ പീരിയഡ്സ് ഉണ്ടാവുന്നത്. അത് പോവാത്തത് കൊണ്ട് അതിൻ്റെ മുകളിൽ കട്ടി പിടിച്ച് കുമിളകളായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു ദശ പോലെ ഇങ്ങനെ വളരും. ആ ദശ പോലെ ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കണേന്ന് പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ പുരുഷ ഹോർമോണുകൾ ഓവറായിട്ട് പ്രൊഡക്ഷൻ വരുമ്പോഴാണ് പുരുഷനിൽ കാണുന്ന ലക്ഷണങ്ങൾ, താടി മീശ രോമങ്ങൾ മോക്കക്കുരു ഒക്കെ സ്ത്രീകളിലും ഉണ്ടാകുന്നത്. പാരമ്പര്യമായിട്ട് PCOD ചില കേസുകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്നാൽ പാരമ്പര്യമായിട്ട് ചുരുക്കം ചിലരിൽ കാണുന്നുണ്ട്. പാരമ്പര്യമായിട്ട് അത് വരുമെന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ജനറ്റിക് റീസണും അതിന് പറയുന്നുണ്ട് PCODയിൽ. നമ്മൾ ഈ PCOD എന്നുള്ള അസുഖം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളുണ്ടെങ്കിൽ, പെൺമക്കളുണ്ടെങ്കിൽ അത് റെഗുലറായിട്ട് മെൻസസ് വരുന്നുണ്ടോ എന്ന് നമ്മുടെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അവരുടെ താടി മീശ രോമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ അവരോട് ചോദിക്കണം റെഗുലറാണോ പീരിയഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ചില കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് നല്ലൊരു ക്ലിനീഷ്യനെ നിങ്ങൾ പോയി കാണിച്ച് നിങ്ങൾ അതിനുള്ള പ്രതിവിധി എടുക്കണം. ആ പ്രതിവിധി എടുക്കുന്നത് കൂടാതെ തന്നെ ആ സമയത്ത് നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികളിൽ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ കഴിപ്പിക്കാൻ അത് നോക്കണം. അത് നമ്മൾ അങ്ങനെ അവർ ഇപ്പം നമ്മൾ എന്താ പറയണേ, പപ്സ്, പൊറോട്ട, ഈ മൈദ ചേർന്ന ആഹാരങ്ങൾ, അജീനമോട്ടോ ചേർന്ന അതൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ. പിന്നെ നമ്മുടെ ചിക്കൻ, ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചിക്കൻ. അത് നമ്മുടെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ബ്രോയിലർ ചിക്കനാണ്. നമുക്കറിയാം ബ്രോയിലർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ കുത്തിവയ്പ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോണുകളെ നെഗറ്റീവായിട്ടത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇംബാലൻസ് സംഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഈ PCOD നമ്മൾ മാതാപിതാക്കൾ ഗൗരവമായിട്ട് എടുക്കുകയും കുട്ടികൾ അതിനെക്കുറിച്ച് ബോധവതികളാകുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെടുക. അവർ പറയുന്ന അഡ്വൈസ് സ്വീകരിക്കുക. അവർ പറയുന്ന പഥ്യാഹാരങ്ങൾ, ഇപ്പോൾ ഫുഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പൊക്കത്തിനനുസരിച്ച് അവരെ തടി അല്ലെങ്കിൽ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അതായത് ഓവർ തടി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള രീതിയിൽ ക്രമങ്ങൾ നിയന്ത്രിക്കണം. പിന്നെ ഈ വള്ളിച്ചാട്ടമൊക്കെ പെൺകുട്ടികൾ ചാടാൻ പറയും, അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഒരു അനക്കം കിട്ടുന്നു. അപ്പോൾ ഓവർ ഫാറ്റ്, നമ്മൾ വേർപ്പ് വഴിയായിട്ട് ഓവർ ഫാറ്റ് അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എക്സർസൈസുകൾ, ഇതിനൊക്കെ യോഗയൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണത്. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥേനെ നമ്മൾ അതിജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഈ ഒരു കാര്യത്തിൽ നല്ലൊരു റോളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളും ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച്
അവരുടെ ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീപ്പപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ശ്രമിച്ച ഓരോരുത്തർക്കും ആയുരാരോഗ്യങ്ങൾ, അതുപോലെ പ്രാർത്ഥന നേരുന്നു. നല്ല മാനസിക, ആത്മീയ, ശാരീരിക ആരോഗ്യത്തോടു കൂടി നിങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.